നമുക്കിന്ന് എയർ ലെയർ ചെയ്ത് ഏത് ചെടികളുടെയും മാതൃസസ്യത്തിന്റെ ഗുണമേന്മ ഒട്ടും നഷ്ടപ്പെടാതെ നമുക്ക് ചെയ്യുന്ന രീതി എങ്ങനെയാണെന്ന് പരിചയപ്പെടാം. ഇത് സ്വീറ്റ് ലൂവിയാണ്. സ്വീറ്റ് ലൂവി എന്ന് പറഞ്ഞാൽ നല്ല മധുരമാണ്. മുന്തിരിങ്ങയുടെ അതേ വലിപ്പത്തിൽ വരുന്ന നല്ല മധുരമുള്ള ഒരു ഫ്രൂട്ടാണ് സ്വീറ്റ് ലൂവി. അപ്പോൾ ഇതിൻ്റെ നമുക്ക് ശരിക്കും പറഞ്ഞാൽ മാതൃസസ്യത്തിനെ ഒരെണ്ണം നമ്മൾ ഇതിന് കുരു കൊണ്ടിട്ട് കഴിഞ്ഞാൽ ഒരുപാട് നാൾ പിടിക്കും അതിൻ്റെ കായ ഉണ്ടാകാൻ. പക്ഷേ മാത്രമല്ല ശരിയായിട്ടുള്ള അതിൻ്റെ ഗുണമേന്മ കിട്ടിയെന്ന് വരികയില്ല. അതിന് നമ്മൾ ചെയ്യുന്ന രീതിയാണ് ഇതുപോലത്തെ ലൂവിയൽ ഏറ്റവും നല്ല രീതിയിൽ ചെയ്യാൻ പറ്റുന്നതാണ് എയർ ലെയർ. കണ്ട, ഇതിങ്ങനെ എയർ ലെയർ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചെടിയുടെ ഒരു കമ്പിൽ നമ്മൾ ഇങ്ങനെ ഓരോരോ പീസ്. ഇപ്പൊ ഇതിൽ കായൊക്കെ ഉണ്ട്, കാണാവോ? ഇതിലിപ്പോ കായുണ്ട്, ഇതുണ്ട്. ഇപ്പൊ എല്ലാത്തിലും നമുക്ക് കായുണ്ട്. അപ്പൊ ഇതിപ്പോ ഇങ്ങനെ ഇത് കുറച്ച് 60 ദിവസം കഴിയുമ്പോൾ നമ്മൾ ഇവിടെ നിന്ന് മുറിച്ച് കൊണ്ട് ചെടി നട്ട് വെക്കുക ചെയ്യുന്നത്. അപ്പോൾ ഈ കഷ്ണത്തെ തന്നെ കായുണ്ട്. അതാണ് അതിന്റെ ഗുണം. പെട്ടെന്ന് കായ്ക്കും. മാത്രമല്ല ഈ മാതൃസസ്യത്തിന്റെ മുഴുവൻ ഗുണമേന്മയും കിട്ടും. ഇതിൽ ശരിക്കും പറഞ്ഞാൽ നല്ല ബുഷിയായിട്ടുണ്ടാകുന്ന ഒരു തരം ലൂവിയാണ്. അതുകൊണ്ട് തന്നെ ഇതിന് നമ്മൾ ഇപ്പോൾ ഏതാണ്ട് 600 എണ്ണം ഇപ്പോൾ ലെയർ ചെയ്ത് കഴിഞ്ഞു. ഇനിയിപ്പം ഒരു 400 എണ്ണം കൂടി, ഒരു 1000 എണ്ണം ഈ ഒരു പ്ലാന്റിൽ നിന്ന് തന്നെ നമുക്ക് ലെയറിങ് ചെയ്യാം എന്നാണ് പറഞ്ഞത്. നമ്മളിത് ചെയ്യിക്കുന്നത് വേറെ ഇതിനെ എക്സ്പേർട്ടായിട്ടുള്ള ഒരാളെ കൊണ്ടാണ്. അപ്പം ഇത് നമുക്ക് കൂടുതൽ ഇതിനെക്കുറിച്ച് മനസ്സിലാക്കാം. എൻ്റെ പേര് നരേന്ദ്രൻ എന്നാണ്. ഞാൻ ഇവിടെ സീഡ് ലൂബി എയർ ലെയർ വേണ്ടിയിട്ട് വന്നതാണ്. ഇപ്പോൾ ഒരു 10-600 എണ്ണത്തെങ്കിലും ആയിട്ടുണ്ട് എയർ ലെയറിങ്. ചെടികൾ മനുഷ്യൻ്റെ ധർമ്മം തന്നെ പ്രകൃതിയെ സ്നേഹിക്കുക, പ്രകൃതിയെ സംരക്ഷിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ആ നിലയ്ക്ക് തന്നെ ഇത്തരം ചെടികൾ സംരക്ഷിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ്, അതുപോലെ തന്നെ വികസിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് എയർ ലെയറിങ്ങിന് അവിടെ എത്തിയിരിക്കുന്നത്. അതെ. അപ്പൊ ഇപ്പൊ നമുക്ക് മാതൃസസ്യത്തിന്റെ ഗുണത്തോടു കൂടി ഇപ്പൊ ഏകദേശം എത്ര ചെടികൾ നമുക്ക് നടാൻ പറ്റും? ഒരു 600 എണ്ണം സൃഷ്ടിച്ചിട്ടുണ്ട്. 600 സൃഷ്ടിച്ചിട്ടുണ്ട്. അതെ, മനുഷ്യന്റെ ധർമ്മം തന്നെ ചെടികൾ വികസിപ്പിച്ചെടുക്കാം. പക്ഷെ കാക്കയോ കുയിലോ അല്ലെങ്കിൽ കാറ്റോ അതിന് നിശ്ചിത സ്ഥാനം ഉണ്ടാവില്ല. പക്ഷെ മനുഷ്യനാണ് അത് കൃത്യസ്ഥാനത്ത് കൊണ്ട് നട്ടുവെക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ഇതുപോലെ ലെയറൊക്കെ ചെയ്ത് മാതൃസസ്യത്തിന്റെ ഗുണമേന്മയോടെ ചെയ്ത് മാക്സിമം നല്ല രീതിയിൽ ചെടികളെ അല്ലെ സംരക്ഷിക്കുക, ഉണ്ടാക്കുക. അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പൊ 600 എണ്ണമായി. ഇനി എത്ര എണ്ണം ചെയ്യാൻ പറ്റും? 400 എണ്ണം കൂടി ചെയ്യാൻ പറ്റും. 1000 എണ്ണം നമുക്ക് മാതൃസസ്യത്തിന്റെ ഗുണമേന്മയോടുകൂടി സ്വീറ്റ് ലൂവി. ഇതല്ലേ സ്വീറ്റ് ലൂവി എന്ന് വെച്ചാൽ വളരെ ടേസ്റ്റാണ്, നല്ല മധുരമുണ്ട്. അപ്പോൾ നമ്മൾ എയർ ലെയറിങ്ങിൽ കൂടിയാണ് ഇതിന്റെ പുതിയ തൈകളെ ഉൽപ്പാദിപ്പിക്കുന്നത്. ഈ സ്വീറ്റ് ലൂവിയുടെ പ്രത്യേകത എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് ഒരേ സമയം തന്നെ നിറയെ കായ ഉണ്ടാവും. അതേപോലെ തന്നെ ഇത് കുറേ ഭാഗത്ത് പൂത്ത് നിൽക്കുന്നുണ്ട്. ഒരേ സമയം പൂവും ഉണ്ടാവും, കായ ഉണ്ടാവും, അതുപോലെ തന്നെ ചെറിയ കാകളും ഉണ്ടാവും. അതാണ് ഇതിന്റെ ഓൾ സീസൺ എന്ന് പറയുന്നത്. ഇവിടെ കാണാൻ പറ്റില്ല. ഈ സീഡ് ലൂബി ലെയറിങ് ചെയ്യുന്നത് സംബന്ധിച്ച് ആദ്യം ചകിരിച്ചോറും ചാണകവും കൂടി മിക്സ് ചെയ്തിട്ട് കവറിലാക്കി നമ്മളതിനെ ആദ്യം ഒന്ന് കെട്ടുവാൻ ബോൾ ഉണ്ടാക്കണം. ബോൾ ഇത് ചകിരിച്ചോറും ചാണകപ്പൊടിയും ആവണം നിർബന്ധം മാത്രം ഇല്ല. ചകിരിച്ചോറും കമ്പോസ്റ്റും കൂടി ആയാലും നമുക്കിത് മിക്സ് ചെയ്ത് ഉണ്ടാക്കാവുന്നതാണ്. ആദ്യം ഇങ്ങനെ ബോൾ ഉണ്ടാക്കുക. ബോൾ ഉണ്ടാക്കിയതിന് ശേഷമാണ് ലെയർ അതിലോട്ട് നമുക്ക് കിടക്കുന്നത്. നമ്മൾ ചെയ്യുന്നത് ഈ ചകിരിച്ചോറിനും ചാണകത്തിൻ്റെയും കൂട്ടത്തിൽ SPCയുടെ ഹുമിക്കിട്ട ഇതും കൂടി ചേർത്താണ് നമ്മൾ ലെയർ ചെയ്യുന്നത്. അപ്പം അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മറ്റുള്ള ചകിരിച്ചോറും ചാണകവും അല്ലെങ്കിൽ ചകിരിച്ചോറും മറ്റെന്തെങ്കിലും ചേർത്ത് ഉണ്ടാക്കുന്നതിന് കഴിഞ്ഞും വേഗത്തിൽ വേര് പിടിക്കുന്ന ഒരു രീതിയാണ്. എൽസി ചേച്ചിയുടെ വീട്ടുമുറ്റത്താണ് നമ്മളിത് ലെയർ ചെയ്യുന്നത്. ഇപ്പോൾ ഒരു തണ്ടേ തന്നെ 2 എണ്ണം ചെയ്യുന്നുണ്ടല്ലേ? 2-3 ചെയ്യാം. നമ്മൾ അരയടിയോ അല്ലെങ്കിൽ 3/4 അടിയോ 1 അടിയൊക്കെ ഇട്ട്
നമുക്കിത് ചെയ്യാൻ പറ്റും. ഒരു തണ്ടേ തന്നെ നമുക്ക് ഇത് ഒട്ടനവധി നമുക്ക് ചെയ്യാൻ പറ്റും. അതിൻ്റെ മുള അനുസരിച്ചാണ് നമ്മൾ ചെയ്യുന്നത്. ഇതൊരു തൈയാണ്. അത് ഏതാണ്ട് ഒരടി ഓളം ഉള്ള ഒരു തൈയാണ്. ഒരു ചെടിയായിട്ട് ഇത് മാറും. ഇത് രണ്ട് ശിഖരമുള്ള ഒരു ശിഖരം പോയി ഒരു ശിഖരമുള്ള വേറൊരു ചെടിയായിട്ട് ഇത് കിട്ടും. അങ്ങനെ നമ്മൾ എത്ര ചെടി വേണമെങ്കിൽ നമുക്ക് അതിൻ്റെ മൂലങ്ങൾ ഉണ്ടെങ്കിൽ ബ്രാഞ്ചസ് ഉണ്ടെങ്കിൽ നമുക്ക് അനുസരിച്ച് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. എയർ ലെയറിംഗ് എന്നാ പറയുന്നത്. അതെ അതെ. അതായത് വായുവിൽ തന്നെ ചെയ്ത് മുളപ്പിച്ചെടുക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്. എയർ ലെയറിംഗ് നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ എത്ര ദിവസത്തോടെ ഇത് നമുക്ക് ഇതിൽ നിന്ന് മുറിച്ചു മാറ്റാൻ പറ്റും? അത് 40 മുതൽ 80 ദിവസം വരെ വേണം ഇതിന് വേരുപടലങ്ങൾ നിറച്ചുണ്ടാവാനായിട്ട്. അപ്പോൾ 80 ദിവസം കഴിഞ്ഞാൽ നമുക്ക് മുറിച്ചു മാറ്റാം. അപ്പോൾ നോക്കുമ്പോൾ പുറമേ തന്നെ നമുക്ക് അറിയാൻ പറ്റും വേര് പടലങ്ങൾ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നത്. അതനുസരിച്ച് വേണം മുറിക്കുക. അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, ഇത് നല്ല മഴയത്ത് ഇതിന് ബുദ്ധിമുട്ടുണ്ടാകുമോ? നല്ല മഴയത്ത് കടുത്ത മഴ ബാധകമല്ല, പക്ഷെ കാറ്റുണ്ടായാൽ ഇത് ഒടിയാൻ ഉള്ള സാധ്യതയുണ്ട്. നമ്മളതിന് മുട്ട് കൊടുത്ത് ചെറിയ താങ്ങ് കൊടുത്ത് നിലനിർത്തണം. ചെയ്തു വരുമ്പോഴാണ് നമ്മൾ അറിയാൻ പറ്റുള്ളൂ. കാരണം മഴക്കാലം വരാൻ പോകുന്നത് കാരണം ഞാൻ പരമാവധി ഇതിൻ്റെ എണ്ണം കുറച്ചാണ് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ ഒട്ടേറെ ഭാരം ഇതിനുണ്ടാവാൻ പാടില്ല. ആ രീതിയിലാണ് ഇപ്പോൾ ചെയ്യുന്നത്. വേനൽക്കാലത്താണെങ്കിൽ നമുക്ക് കുറെ കൂടെ എണ്ണം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പൊ നമ്മൾ ഇത് ചെയ്തോണ്ടിരിക്കുമ്പോ മദർ പ്ലാന്റിന് കൂടുതൽ വളമല്ല നമ്മൾ കൊടുക്കണ്ട? ഇപ്പം വളം നേരത്തെ കൊടുത്തിട്ടാണല്ലോ ഇത് ചെയ്യുന്നത്. അപ്പൊ ഒരു കമ്പയിൽ എത്ര എണ്ണം ഉണ്ട്? 12, 13, 14, 15. ഇത് തന്നെ പറഞ്ഞെണ്ണമാണ് ഇത്. ഒരു കമ്പയെന്ന് പറയുമ്പോൾ ഇത് പറഞ്ഞെണ്ണമായി. ഇനി അത് ചെയ്യാനുണ്ട്, തീർന്നില്ല. ഉണ്ടോ? അതുപോലെ 26, 27, 28, 29, 30, 31, 32, 33. അപ്പം ഇത് ഇനിയും നാളെ മറ്റന്നാളും ഒക്കെ ഇതിന്റെ ഭാഗമായിട്ട് ചെയ്യാനായിട്ട് സാധിക്കട്ടെ.